കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പാമ്പ് വന്നതൊക്കെ വെറും കോയിൻസിഡൻസ് ആണെന്ന് നീ എന്നോട് പറയരുത്. ഏയ്, എന്തിനാ നീ ഇപ്പൊ ചിരിക്കുന്നേ? ജയിച്ചതിന്റെ അഹങ്കാരായിരിക്കുമല്ലേ? പക്ഷെ എങ്ങനെയായിരുന്നു ആ വിജയം എനിക്ക് അറിയണം. അതെന്താ അങ്ങനെ ചോദിച്ചേ? എങ്ങനെയെങ്കിലും വിജയിക്കും. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്നും. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ മാളവികെ, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവെന്ന്. എന്റെ കുടുംബത്തിനൊരു ആപത്തുണ്ടായ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാവും. നീ എന്താ കരുതിയേ? ചെറിയ പ്രായത്തിൽ കളിച്ചിരുന്ന 3-4 കളിപ്പാട്ടും എടുത്തുകൊണ്ട് പഴയ കുറച്ച് സംഭവങ്ങളും മനസ്സിലാക്കി ഇവിടുത്തെ അനന്തരവളാന്നും പറഞ്ഞ് നീ തകർത്ത് അഭിനയിക്കുമ്പോ നിനക്കറിയാവുന്ന അത്ര കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കും അറിയില്ലേ? ആ അറിഞ്ഞ കാര്യങ്ങളിൽ ആ പാമ്പിന്റെ സംഭവം ഉണ്ടായിക്കൂടെ? അങ്ങനെ ആ സംഭവം പ്രയോജനപ്പെടുത്തി നീ സ്വത്ത് തട്ടിയെടുക്കാതെ രക്ഷപ്പെടുത്തി. നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തത് തല കുത്തി നിന്നാലും നമുക്ക് കിട്ടില്ല. അപ്പൊ യാതൊരു ബന്ധവുമില്ലാത്ത നീ കൊട്ടാരം വീട് കൈക്കലാക്കാൻ ശ്രമിച്ചാ ഞാനുള്ളിടത്തോളം അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഓരോ നീക്കവും തകർക്കാൻ തക്കതായ അസ്ത്രങ്ങൾ എന്റെ അവനാഴിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ നിനക്കാവില്ല. ഹലോ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്നെ പിടിച്ചുണ്ടായി കെട്ടിയിടാൻ ഒരു കൊട്ടേഷൻ പാർട്ടിയെ ഏർപ്പാടാക്കിയില്ലേ? ഇപ്പൊ പോലീസ് എങ്ങാനും അവരെ പിടിക്കുകയാണെങ്കിലേ അവരെങ്ങാനും നിന്റെ പേര് പുറത്ത് പറഞ്ഞ എന്തായിരിക്കും നിന്റെ അവസ്ഥ? അവരെന്തിന് എന്റെ പേര് പറയണം? അത് ഞാൻ അറിഞ്ഞ കാര്യമൊന്നുമല്ല. ആർക്ക് എന്തറിയാന്നുള്ളതേ പയ്യെ പുറത്തു വന്നോളൂ. കുറച്ചൊന്ന് ക്ഷമിക്കുമോളെ. ഈ കിഡ്നാപ്പിന്റെ പുറകെ പോയാ ജയിലിൽ കയറി കിടക്കാന്നല്ലാതെ കൊട്ടാരം വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നീ ഭയങ്കര ബുദ്ധിരാക്ഷസിയാന്ന് ഞാൻ കരുതി. ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കുന്ന കരുതിയില്ല കേട്ടോ. ഈയിടെയായിട്ട് വൈദേഹിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട്. ആരോടും ചോദ്യമില്ല, ഉത്തരവില്ല. എന്താച്ചാ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? പറയാം മോളെ. ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ആരുടെയും സന്തോഷങ്ങൾക്ക് കോട്ടം തട്ടാതെ ഒരുമിച്ച് നിർത്തേണ്ടത് എന്റെ കടമയാണ്. അതിനെക്കുറിച്ച് നിന്നോട് ചെറുത് പറയാനുണ്ട്. അതിനിപ്പോ എന്താ പ്രശ്നം അച്ഛാ? നീ ഈ വീട്ടിലെ മരുമകളാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയതാ. പക്ഷേ ഇന്നലെ നിന്റെ ഭർത്താവ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യേണ്ട സമയത്ത് നീ എവിടേക്കോ പൊയ്ക്കളഞ്ഞു. ഇവിടെ പലരും ഞാൻ മാളവികയ്ക്ക് സ്വത്ത് കൊടുക്കുന്നതില് നിനക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. സത്യത്തിൽ എന്താണ് ഉണ്ടായത്? ആ സമയത്ത് എവിടേക്കാ പോയത്?
ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ പുറത്തേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? തുറന്ന് പറ വൈദേഹി, അച്ഛനല്ലേ ചോദിക്കുന്നേ. ഭർത്താവിനെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഭാര്യ കാലത്തവനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് എല്ലാം കൂടെ നിന്ന് ചെയ്തു കൊടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന നേരായപ്പോഴേക്കും എങ്ങോട്ടാ പോയെങ്കിൽ എല്ലാവരും എന്താ കരുതണ്ടേ? വല്യമ്മേ, ഞാൻ കാര്യം പറയട്ടെ. ചേച്ചി മനപ്പൂർവ്വം ഇവിടുന്ന് പോയതല്ല. പറയ് ചേച്ചി. മാധവ, നീ മിണ്ടാതിരിക്ക. വല്യച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേ? ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞു കൊടുക്ക്. കിഡ്നാപ്പോ? ആരാ നിന്നെ കിഡ്നാപ്പ് ചെയ്തേ? സത്യം മച്ചാനെ. മച്ചാൻ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചേച്ചി ആരും ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. ഞാൻ കണ്ടതാ. ആരാ വൈദേഹി? ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നേ? ഞാനൊരു പാവമാണ്. എന്നെ പോവാൻ അനുവദിക്ക. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? ആരെങ്കിലും എന്നെ രക്ഷിക്ക്. ആരെങ്കിലും വന്ന് രക്ഷിക്ക്. എന്നെ അവര് പിടിച്ചുണ്ടോന്ന് കണ്ട് മാധവൻ എന്റെ പിറകെ വന്നത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ അവിടെ അവരുടെ പിടിയിൽ കഴിയേണ്ടി വന്നേനെ. വന്ന് കേറിയ ഉടനെ ഇക്കാര്യം പറയണമെന്ന് കരുതിയതാ. പക്ഷെ ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് പറയുന്നത് ശരിയല്ലാന്ന് തോന്നി. ദേവേട്ടന്റെ ജന്മദിനാഘോഷം നടക്കല്ലേ, അത് ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് കരുതിയ ഒന്നും മിണ്ടാഞ്ഞത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛാ, തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുന്നു. എന്നിട്ടിവിടെ എന്റെ വൈദേഹി എന്തൊക്കെയാണ് എല്ലാരും പറഞ്ഞത്? അതിപ്പോ തിരിച്ചെടുക്കാൻ പറ്റുമോ? ശരിയാണ് ദേവ, ഞങ്ങളെല്ലാരും അവിടെ തെറ്റിദ്ധരിച്ചു. എന്നാലും വീട്ടിൽ ഇത്ര വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോ അത്രയും പേരുടെ ഇടയിൽ നിന്ന് മോളെ എങ്ങനെയാ അവര് കിഡ്നാപ്പ് ചെയ്തേ? അവരാരാണെന്ന് മനസ്സിലായോ?
എനിക്കറിയാം ഇവളിപ്പ എന്റെ പേര് പറയും. അതിനല്ലേ നീ ഇത്രയും ബിൽഡപ്പ് ഉണ്ടാക്കിയത്? അതാരാണെന്ന് പറ മോളെ. അതാരായിരുന്നാലും ശരി, അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പറ മോളെ. ഇതിനു മുമ്പൊരിക്കൽ അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നോ? അവൻ ആരായിരിക്കും? ഒരിക്കൽ നമ്മുടെ വീട്ടിൽ മോഷണം നടത്തിയില്ലേ? ഇന്ദുമ്മ ഇടയ്ക്ക് കയറിപ്പോ കത്തിയോണ്ട് കുത്തിയിട്ട് പോയില്ലേ? അയാള് തന്നെയാച്ചാ. അവനെ അങ്ങനെ വെറുതെ വിടരുത് അച്ഛാ. അന്ന് ദേവനെ കൊല്ലാൻ ശ്രമിച്ചവനാ. ഇന്ദു അമ്മേനെ കുത്തിയിട്ട് ഓടിയവൻ. ഇപ്പതേ വൈദേഹിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തോട് അവന് എന്തോ ഒരു പകയുണ്ടെന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? അവനെ വെറുതെ വിടരുത്. അതിനവൻ ആരാന്നറിയണ്ടേ? ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു. അതിന് ഫോട്ടോ വേണമെന്നില്ല. വൈദേഹി, നിനക്ക് അവന്റെ മുഖം നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെനിക്ക് മറക്കാൻ പറ്റുമോ അച്ഛാ? അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ നമുക്ക് വിളിപ്പിക്കാം. എന്നിട്ട് അവന്റെ ഒരു ചിത്രം വരപ്പിക്കാം. അവൻ ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ. ഇതോടെ അവന്റെ അന്ത്യം ഞാൻ കുറിക്കും. ഹലോ, ഇൻസ്പെക്ടർ അല്ലേ? നിന്ന് വിയർക്കല്ലേ മോളെ, കൂളാവ്. ആർട്ടിസ്റ്റ് ഇപ്പൊ വരും. അയാളുടെ രൂപം നീ പറയുന്നതനുസരിച്ച് അതേപടി അയാൾ വരച്ചു തരും. എന്നിട്ട് കാണാം നമുക്ക് അവൻ ആരാണെന്നുള്ളതും അവന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത് ആരാണെന്നുള്ളതും എല്ലാത്തിനെയും ഞാൻ പിടികൂടിയിരിക്കും. അവന്റെ പ്ലാൻ എന്താണെന്നറിയണല്ലോ. മോളെ മാളവികെ, ഇനിയാണ് നിനക്ക് പണി. രൂപ എങ്ങനെയാണെന്ന് പറഞ്ഞോളൂ.
അയാളുടെ കണ്ണ് കൊള്ളാലോ, എത്ര കൃത്യമായിട്ടാ ഇവള് പറഞ്ഞു കൊടുക്കുന്നേ. ഇവനെങ്ങാനും പിടിക്കപ്പെട്ടാ ഞങ്ങൾ എല്ലാവരും കുടുങ്ങും. ഇപ്പൊ എന്താ ചെയ്യാ? ശരിക്കും ഓർത്ത് പറ വൈദേഹി. മാഡം പറഞ്ഞതിനെക്കുറിച്ച് ഒരു രൂപ വരച്ചിട്ടുണ്ട്. അത് ശരിയാണെന്ന് നോക്കി.